50 3/4 കുറയ്ക്കണം 20 1/2 കൂട്ടണം 10 1/4 കൂട്ടണം 3/2. നമുക്കിതിലത്തെ സംഖ്യകൾ മാത്രം വേറെ എടുക്കുക, ഭിന്നസംഖ്യകൾ മാത്രം വേറെ എടുക്കുക. അപ്പോൾ സംഖ്യകൾ വേറെ എഴുതുക, ഭിന്നസംഖ്യകൾ വേറെ എഴുതുക. ഇതിലേതൊക്കെ സംഖ്യകൾ? ഇവിടെ ഒരു 50 20 10 ഇതിൽ സംഖ്യ ഇല്ല. അപ്പോൾ എടുക്കുമ്പോൾ ചിഹ്നങ്ങളും കൂടി ഒപ്പം നോക്കണം കേട്ടോ. ഇത് +50 എഴുതി, ഇത് -20 + 10 അത് വേറെ എഴുതി. 50 - 20 + 10. ഇനി ഫ്രാക്ഷനുകൾ എഴുതുക. +3/4 -1/2 +1/4 +3/2. ഇനി സംഖ്യകൾ മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 50 20 കുറച്ചാൽ 30 10 40. 50 കുറക്കണം 20 30 + 10 40. അപ്പോൾ ആ ക്രിയ കഴിഞ്ഞു സംഖ്യകളുടെ. ഇനി നമുക്ക് ഭിന്നസംഖ്യകൾ നോക്കാം. ഭിന്നസംഖ്യകൾ ഒരേ ഛേദമുള്ളത് നമുക്ക് അടുപ്പിച്ച് എഴുതാം അല്ലേ. 3/4 1/4 +3/4 +1/4 രണ്ടും അടുത്തടുത്ത് എഴുതി. പിന്നെ ഈ 3/2 -1/2 3/2 -1/2 അടുത്തടുത്ത് എഴുതി. നമുക്ക് കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഒരേ ഛേദമുള്ളത് അടുത്തടുത്ത് എഴുതി. 40 ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഛേദങ്ങൾ തുല്യമല്ലേ 4 4. അപ്പോൾ അംശങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇടയിൽ കൂട്ടണം എന്നാണ്. അപ്പോൾ 3 + 1/4 അംശങ്ങൾ കൂട്ടുക, 4 പൊതുവായ ഛേദമായിട്ട് എഴുതുക. അതുപോലെ കൂട്ടണം. ഇവിടെ എന്ത് ചെയ്യുക? 3 കുറയ്ക്കണം 1/2. അപ്പോൾ 40 ഇതെന്ത് വരും? 3 4/4 ഇത് 3 കുറച്ചാൽ 2/2. 40 4/4 നമുക്കറിയാം. 1 4 4 1 2/2 1. ഇനി കൂട്ടുക. 40 1 41 1 ഉത്തരം 42. 3² × 5 × 5 × 7² 3 × 4 × 5² × 7 × 4 3 × 5 × 5 × 4 × 7³ ഇവയുടെ LCM കാണണം, HCF കാണണം. നമുക്ക് LCM ആദ്യം കാണാം. LCM കാണുമ്പോൾ നമുക്ക് തന്ന സംഖ്യകളെല്ലാം എടുക്കണം. LCM കാണുമ്പോൾ ലസാഗു കാണുമ്പോൾ നമ്മളിതിലത്തെ എല്ലാ സംഖ്യകളും എടുക്കണം. ഇതിലെന്തൊക്കെ? 3 5 7 ഉള്ളൂ. അപ്പോൾ 3 5 7 എഴുതുക. എന്നിട്ട് ഈ ഓരോന്നിൻ്റെയും ഈ 3 ഉണ്ടല്ലോ, ഈ 3ൻ്റെ ഓരോന്നിനുള്ള കൃതി നോക്കുക. ഇവിടെ 3ൻ്റെ കൃതി 2, ഇവിടെ 3ൻ്റെ കൃതി 4, ഇവിടെ 3ൻ്റെ കൃതി 5. ഇതിലേറ്റവും വലിയ കൃതി എടുക്കുക. 3 ആദ്യം എഴുതി. എന്നിട്ട് ഈ കൃതികളിൽ 3ൻ്റെ ഇവിടെ കൃതി 2, ഇവിടെ കൃതി 4, ഇവിടെ കൃതി 5. ഇതിലേറ്റവും വലിയ കൃതി എന്താ? 5. 3 × 5 ഇങ്ങനെ ഓരോന്നും ചെയ്യണം. ഇൻറ്റു അടുത്ത 5 എടുക്കുക. ഇവിടെ കൃതി 5, ഇവിടെ കൃതി 2, ഇവിടെ കൃതി 4. അപ്പോൾ ഇതിലേറ്റവും വലിയ കൃതി 5 ആണ്. അപ്പോൾ 5 × 5 ഇൻറ്റു അതുപോലെ തന്നെ 7 കൃതി 2 കൃതി 4 കൃതി 3. അപ്പോൾ ഏറ്റവും വലുത് കൃതി 4 ആണ്. 7 × 4 നമുക്കിത് ഗുണിക്കുകയൊന്നും വേണ്ട കേട്ടോ. LCM പറഞ്ഞാൽ 3 × 5 ഇൻറ്റു 5 × 5 ഇൻറ്റു 7 × 5. അടുത്തായിട്ട് HCF കാണുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. LCM കാണുമ്പോൾ എന്ത് ചെയ്തു? എല്ലാ സംഖ്യകളും എടുത്തു. HCF കാണുമ്പോൾ ഇതിലെല്ലാത്തിലും പൊതുവായി വരുന്നത് മാത്രം എടുത്താൽ മതി. HCF കാണുമ്പോൾ എല്ലാത്തിലും വരുന്നത് മാത്രം. ഇപ്പോൾ ഈ കണക്കിൽ ഇപ്പോൾ 3 5 7 എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ LCFത്തിൽ എല്ലാം എഴുതി, HCFൽ എല്ലാം എഴുതി. ചില കണക്കുകളിൽ ഇതിലത്തെ ഏതെങ്കിലും സംഖ്യ മറ്റേതിലില്ല വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ എടുക്കണ്ട. അതായത് HCF കാണുമ്പോൾ പൊതുവായത് എടുത്താൽ മതി, എല്ലാത്തിലും ഉള്ളത്. ഇവിടെ ഇപ്പോൾ 3 എല്ലാത്തിലും ഉണ്ട്, 5 എല്ലാത്തിലും ഉണ്ട്, 7 എല്ലാത്തിലും ഉണ്ട്. എൻ്റെ അർത്ഥം 3 5 7 എടുക്കണം. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്ത്? എല്ലാത്തിൻ്റെയും വലിയ കൃതി എടുത്തു. വലിയ കൃതികൾ. ഇവിടെ ചെറിയ കൃതി എടുക്കുക. അപ്പോൾ 3 എടുക്കുമ്പോൾ 3 × 2 3 × 4 3 × 5 ഇതിൽ ചെറിയ കൃതി ഏതാ? 3 × 2 ഇൻറ്റു 5 × 5 5 × 2 5 × 4 ഇതിൽ ചെറിയ കൃതി ഏതാ? 5 × 2 ഇൻറ്റു 7 × 2 7 × 4 7 × 3 ചെറിയ കൃതി ഏതാ? 7 × 2. അപ്പോൾ HCF 3² × 5² × 7². സാധാരണ പലിശയിൽ നിക്ഷേപിച്ച ഒരു തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായി. പലിശ നിരക്ക് കാണുക. ഇവിടെ സാധാരണ പലിശയാണ് കണക്കാക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നത്. ഒരു തുക നിക്ഷേപിച്ചു. എത്ര തുകയെന്നറിയില്ല, ഏതോ ആയിക്കോട്ടെ, ഒരു തുക നമ്മൾ നിക്ഷേപിച്ചു. 8 വർഷം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആ തുക ഇരട്ടിയായി. നമ്മൾ നിക്ഷേപിച്ച തുക ഇരട്ടിയായി. അതായത് നമ്മൾ എത്ര തുക നിക്ഷേപിച്ചോ അത്രയും പലിശ കിട്ടി എന്നർത്ഥം. നമ്മൾ ഏത് തുകയാണോ നിക്ഷേപിച്ചത് അത്ര പലിശയും കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ നിക്ഷേപിച്ച തുക എന്തായത്? ഇരട്ടിയായത്. നമ്മൾ എന്ത് കാണണം? പലിശ നിരക്ക് കാണണം. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണ് R = 100/n. ഇതുപോലത്തെ ചോദ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യമാണ് R = 100/n. R
പലിശ നിരക്ക് n വർഷങ്ങളുടെ എണ്ണം. ഈ സൂത്രവാക്യത്തിൽ ചോദ്യത്തിനനുസരിച്ച് ഈ സൂത്രവാക്യം മാറും. സൂത്രവാക്യം മാറും. അപ്പോൾ ഇതിൽ 8 വർഷം കൊണ്ട് ഇരട്ടിയായി എന്ന് പറയുന്നു. ഇരട്ടിയാവും കൊണ്ടാണ് നമ്മൾ 100 ഇട്ടത്. ഇത് 3 മടങ്ങാ വിചാരിച്ചോളൂ, 3 ഇരട്ടി. അപ്പോൾ ഇവിടെ 200 ഇടണം. അപ്പോൾ ഇരട്ടിയാവുമ്പോൾ 100, 3 ഇരട്ടിയാവുമ്പോൾ 200, അതായത് 200 ഇടണം. നമുക്കിവിടെ 4 ഇരട്ടി എന്ന് പറയണമായിരിക്കും, 4 ഇരട്ടി. അപ്പം 1 കുറവ്, 300 ഇടണം. ഇവിടെ എത്ര ഇരട്ടിയാണോ അതിനേക്കാൾ 1 കുറവായ 100. ഇരട്ടി പറയുമ്പോൾ 2 ഇരട്ടി, അപ്പോൾ 100. 3 ഇരട്ടി പറയുമ്പോൾ അതൊന്ന് കുറച്ചു 200. 4 ഇരട്ടിയാവുമ്പോൾ 1 കുറച്ച് 300. 10 ഇരട്ടി ആയിരിക്കുക, നമ്മളെന്താ 900 ഇടണം. അപ്പോൾ ഇവിടെ ഇരട്ടി. അപ്പം R = 100/n, വില കൊടുത്തു. 100/n എത്ര വർഷം? 8. നമുക്ക് 4 കൊണ്ട് പിടിച്ചെടുക്കാം. 25 4 100, 24 8. 25/2 കിട്ടി. 25/2 പറഞ്ഞാൽ അർത്ഥം 25ൻ്റെ പകുതി, അതായത് 12 24 ശിഷ്ടം 1. അപ്പോൾ 12 1/2% അവിടുത്തെ പലിശ നിരക്ക്. ഒരാൾ ഒരു മേശ 12.5% ഡിസ്കൗണ്ട് നൽകി 4375 രൂപയ്ക്ക് വിറ്റു. മേശയുടെ യഥാർത്ഥ വില എന്ത്? പീഡികക്കാരൻ മേശ 12.5% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിലക്കിഴിവ് കൊടുത്ത് 4375 രൂപയ്ക്കാണ് വിറ്റത്. ആ മേശയുടെ യഥാർത്ഥ വില എന്ത്? യഥാർത്ഥ വിലയും വിറ്റ വിലയും ഡിസ്കൗണ്ടും തമ്മിലുള്ള ബന്ധം. യഥാർത്ഥ വില, വിറ്റ വില, ഡിസ്കൗണ്ട് ശതമാനം, അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫോർമുലയാണ്, സൂത്രവാക്യമാണ് വിറ്റ വില സമം യഥാർത്ഥ വില ഇൻറ്റു 100 കുറയ്ക്കണം ഡിസ്കൗണ്ട് ശതമാനം ബൈ 100. നമുക്ക് വില കൊടുക്കുക. വിറ്റ വില എത്ര? 4375 സമം യഥാർത്ഥ വിലയാണ് കാണേണ്ടത്, എക്സ് ഇൻറ്റു 100 ഡിസ്കൗണ്ട് ശതമാനം കുറയ്ക്കുക. 100 ഡിസ്കൗണ്ട് ശതമാനം, അതായത് 100 12.5 കുറച്ചാൽ 100 കുറച്ചാൽ 87 എന്ന് വരും. 87.5 ബൈ 100. ഇതൊന്ന് എക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ കൂടെ ഇൻറ്റു ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകണം. എക്സിൻ്റെ കൂടെ ഇൻറ്റു ഉള്ളത് സമത്തിൻ്റെ മറുഭാഗത്തേക്ക്. അപ്പോൾ എക്സ് സമം ഇവിടെ 4375 ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എന്നിട്ട് ഇതിനെ തിരിച്ചിടുക, അതായത് റെസിപ്രോക്കൽ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. 4375 ഇൻറ്റു തിരിച്ചിടുമ്പോൾ 100/87.5. 4370 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 0 ചേർത്താൽ മതി. 4370 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 0 ചേർക്കുക. പിന്നെ ഇവിടെ ഒരു 0 കൂടി കാണുന്നുണ്ട്. അതെന്താ കാരണം വെച്ചാൽ ഛേദം എന്താണ്? 87.5. നമുക്ക് ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ദശാംശം നീക്കിക്കളയണം. ഇവിടെ എത്ര സ്ഥാനം നീക്കിക്കളയാണ്ട്? ഒരു സ്ഥാനം. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ്. അപ്പോൾ ഛേദത്തിൽ നമ്മൾ ഒരു സ്ഥാനം നീക്കിക്കളയുമ്പോൾ തുല്യമായി അംശത്തിൽ ഒരു 0 ചേർക്കണം. ഛേദത്തിൽ ഒരു സ്ഥാനം ദശാംശ സ്ഥാനം കളയുമ്പോൾ, വലത്തോട്ട് നീക്കി കളയുമ്പോൾ അംശത്തിൽ ഒരു 0 ചേർക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു 0 കൂടുതൽ കാണുന്നത്. 4375 3 0, അതായത് 43,75,000/875. ഇനി ഹരിക്കുക. 875നെ 5 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടും 4375 അല്ലേ. 5 25 ശിഷ്ടം 2, 7 32 37 ശിഷ്ടം 3, 8 43 43. അപ്പോൾ 875നെ 5 കൊണ്ട് ഗുണിച്ചാൽ അത് കിട്ടി. അപ്പോൾ ആ 5 3 0, ഉത്തരം 5000 രൂപയാണ്. എക്സ് എന്താ? യഥാർത്ഥ വില 5000 രൂപ. 5000 രൂപ 8% നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കുന്ന തുക എന്ത്? നമ്മൾ ബാങ്കിലിടുന്നത് 5000 രൂപ, പലിശ നിരക്ക് 8%, 2 വർഷം കാലാവധി കഴിഞ്ഞാൽ അത് സാധാരണ പലിശയ്ക്കാണ് നിക്ഷേപിക്കുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ്. ചോദ്യം എന്താ? തിരികെ ലഭിക്കുന്ന തുക. ഈ തിരികെ ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തിരികെ ലഭിക്കുക? നമ്മൾ നിക്ഷേപിച്ചതും കിട്ടും, ബാങ്ക് തരുന്ന പലിശയും കിട്ടും അല്ലേ. തിരികെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിച്ച 5000ൻ്റെ കൂടെ ബാങ്ക് പലിശ കൂടി തരും. അത് രണ്ടും കൂടി കൂടുന്നതാണ് എന്ത്? ഈ എമൗണ്ട് കാണാൻ പി പ്ലസ് PNR, അതായത് പി നിക്ഷേപ തുക, PNR സാധാരണ പലിശ, ഇത് രണ്ടും കൂടി കൂട്ടണം. അപ്പോൾ നിക്ഷേപ തുക പ്രിൻസിപ്പൽ എത്രയാണ്? 5000 പ്ലസ് PNRൽ വരെ കൊടുക്കുമ്പോൾ P ഇൻറ്റു N ഇൻറ്റു R, 5000 ഇൻറ്റു N നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര? 2 ഇൻറ്റു R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 8%, 8/100. അപ്പോൾ 5000 പ്ലസ് ഇത് നമ്മൾ ഇത് മാത്രം ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ 100ഉം 5000 2 0 വെട്ടിക്കളയാം. 100ഉം 5000 2 0. അപ്പോൾ ഇവിടെ 50 വരും. 50 ഇൻറ്റു 2 100, 50 ഇൻറ്റു 2 100 ഇൻറ്റു 8 800 എന്ന് വരും. അപ്പോൾ 5000ഉം 8ഉം കൂട്ടിയ 5800 രൂപയാണ് കാലാവധി കഴിയുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുക.
ഒരു ക്യൂബിൻ്റെ വ്യാപ്തം 1331 ഘന സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പൊക്കം എത്ര? നമുക്ക് ക്യൂബിൻ്റെ വോളിയം തന്നിട്ടുണ്ട് 1331, അതിൻ്റെ ഹൈറ്റ് കാണണം. ഈ ക്യൂബിൻ്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം എ ക്യൂബാണ്. ക്യൂബിൻ്റെ വ്യാപ്തം എ ക്യൂബ്. ഏതെന്ന് പറഞ്ഞാൽ വശം. ക്യൂബിൻ്റെ വശങ്ങളെല്ലാം തുല്യമാണ്. വശം, പൊക്കം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ് ക്യൂബിൻ്റെ. അപ്പോൾ നമുക്ക് ക്യൂബിൻ്റെ വ്യാപ്തം കാണാൻ വശത്തിൻ്റെ ക്യൂബ് കണ്ടാൽ മതി. നമുക്കത് തന്നിട്ടുണ്ട്. എ ക്യൂബ് എത്രയാണ്? വ്യാപ്തം 1331. എ ക്യൂബ് 1331 ആണെങ്കിൽ എ എങ്ങനെ കാണുക? അതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടാൽ മതി. എ ക്യൂബ് 1331. അപ്പോൾ എങ്ങനെ കാണുക? ക്യൂബ് റൂട്ട് ഓഫ് 1331. 1331ൻ്റെ ക്യൂബ് റൂട്ട് 11. അതായത് 11 × 11 × 11. 11 3 തവണ ഗുണിച്ചാൽ 1331 കിട്ടും. അപ്പോൾ ഉത്തരം വശം കിട്ടി. അത് തന്നെയാണ് പൊക്കം 15 സെൻറ്റിമീറ്റർ. ഇനി ക്യൂബ് റൂട്ട് നമുക്ക് കാണാൻ, ക്യൂബ് റൂട്ട് അറിയില്ല, കാണാതെ എന്നിരിക്കട്ടെ. 1331ൻ്റെ ക്യൂബ് റൂട്ട് 11 എന്നറിയില്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്? 1331നെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യുക. 1331നെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം ഹരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം 11 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 13 1 11 11, ശിഷ്ടം 2 23 20 22, ശിഷ്ടം 1 11 1 11 11, 121 കിട്ടി. വീണ്ടും 11 കൊണ്ട് ഹരിക്കുക. 11 11 121. വീണ്ടും 11 കൊണ്ട് ഹരിക്കുക. 1 11 11. അങ്ങനെ 1 എത്ര വരെ ഹരിക്കുക. എന്നിട്ട് ഈ 11നെ കൂട്ടമായിട്ട് 3 എണ്ണം അടങ്ങുന്ന കൂട്ടമായിട്ട് എഴുതുക. 3 എണ്ണം, ഈ വശത്തുള്ള സംഖ്യ ഉണ്ടല്ലോ, അതിനെ 3 എണ്ണം അടങ്ങുന്ന കൂട്ടം. അതായത് 11 മാത്രമേ ഇവിടെയുള്ളൂ. എത്ര തവണ ഉണ്ട്? 3 തവണ. അപ്പോൾ നമുക്ക് 1331 എങ്ങനെ എഴുതാം? 11 ക്യൂബ്. ഇനി ക്യൂബ് റൂട്ട് പറയണത് എന്താ അറിയോ? ഇതിലത്തെ ബേസ് മാത്രം എടുക്കുക, കൃതി നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ 3 എടുക്കണ്ട, അടിയിലുള്ളത് 11, ഈ ആധാരം അല്ലെങ്കിൽ ബേസ്, അതാണ് ക്യൂബ് റൂട്ട്. ഉത്തരം 11. 15 സെൻറ്റിമീറ്റർ നീളമുള്ള എ ബി എന്ന വരയിൽ 2/3 ഭാഗം ആകുന്ന വിധത്തിൽ സി എന്ന ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ സിയുടെ 1/2 ഭാഗം ആകുന്ന വിധത്തിൽ ഡി എന്ന ബിന്ദു അടയാളപ്പെടുത്തിയിരിക്കുന്നു. എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? 15 സെൻറ്റിമീറ്റർ നീളമുള്ള എ ബി നമ്മൾ ചിത്രം വരച്ചിട്ടുണ്ട്. എ ബി എത്രയാണ് അതിൻ്റെ നീളം? 15 സെൻറ്റിമീറ്റർ. ഇതിൽ 2/3 ഭാഗം ആകുന്ന വിധത്തിൽ, അതായത് 15ൻ്റെ 2/3 ഭാഗം. എങ്ങനെ 15ൻ്റെ 2/3 ഭാഗം കാണുക? 15 × 2/3. അവിടെ ഏത് അടയാളപ്പെടുത്തേണ്ടത്? സി. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സി എന്ന ബിന്ദു എവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 15ൻ്റെ ഈ ആകെയുള്ളതിൻ്റെ 2/3 ഭാഗം, അതായത് 15 × 2/3. ഇത് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? ഈ 3ഉം 15 വെട്ടുമ്പോൾ 5 വരും. 3ഉം 15 വെട്ടുമ്പോൾ 5, I 2 10. അപ്പോൾ എയിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ അകലെയാണ് ഏത് ബിന്ദു? സി. ഇനിയോ എ സിയുടെ അരഭാഗം ആകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയിരിക്കുന്നു. എ സിയുടെ 1/2 ഭാഗം. അപ്പോൾ എ സി എത്രയാണ്? 10. അതിൻ്റെ 1/2 ഭാഗം, അതായത് അതിൻ്റെ പകുതി ഭാഗം, അവിടെയാണ് ഡി. അതാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ചിത്രം ഒന്നുകൂടി ചിത്രം വരച്ചിരിക്കുകയാണ്. എ സി നമുക്കറിയാം ഇവിടെ 10 ആണ്. അതിൻ്റെ പകുതി ഭാഗം, അതായത് 5 സെൻറ്റിമീറ്റർ, എയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലെ ഏത് ബിന്ദു? ഡി അടയാളപ്പെടുത്തി. ഇനി എന്താ ചോദ്യം? എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? എ ബി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളത്, അതിൻ്റെ എത്ര ഭാഗമാണ് എ ഡി? എ ഡി എന്നത് എ ബിയുടെ എത്ര ഭാഗം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ഡിനെ എ ബി കൊണ്ട് ഹരിച്ചാൽ മതി. ചോദ്യം എന്താണ്? എ ഡി എ ബിയുടെ എത്ര ഭാഗം, അതായത് എ ഡി ബൈ എ ബി കണ്ടാൽ മതി. വില കൊടുക്കൂ. എ ഡി എത്ര? 5 ബൈ എ ബി എത്ര? മൊത്തം 15. 5ഉം 15 പിടിച്ചെടുക്കുമ്പോൾ 5 കൊണ്ട് വെട്ടുമ്പോൾ 1 5 5 3 5 15. ഉത്തരം 1/3. 40 കുറയ്ക്കണം 3 × 6 + 4 ഹരിക്കണം 2 കൂട്ടണം 9ൻ്റെ വില കാണുക. നമ്മൾ ഈ ബോർഡ് മാസ് തത്വം ഉപയോഗിക്കുമ്പോൾ ബോർഡ് മാസിൽ ആദ്യത്തെ അക്ഷരം ബി, അതായത് ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് നോക്കുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, ഒരു കേർവ്ഡ് ബ്രാക്കറ്റും ഉണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബ്രാക്കറ്റ് വരുമ്പോൾ ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. അകത്ത ബ്രാക്കറ്റ് ഇതാണ്, കേർവ്ഡ് ബ്രാക്കറ്റ്. അപ്പോൾ 40 അതുപോലെ ടു -3 ബ്രാക്കറ്റിന് വരെ ഇൻറ്റു 2 6 4 കൂട്ടിയപ്പോൾ 10 ഹരിക്കണം 2 കൂട്ടണം 9. ഇപ്പോൾ ഒരു ബ്രാക്കറ്റേ ഉള്ളൂ, അത് ചെയ്യുക. അപ്പോൾ 40 മൈനസ് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 3 കുറയ്ക്കലും ഗുണിക്കലും വരുമ്പോൾ ആദ്യം ഗുണിക്കൽ ചെയ്തിട്ട് വേണം, ബോർഡ് മാസ് പ്രകാരം ഗുണിക്കൽ ചെയ്തിട്ട് വേണം കുറയ്ക്കൽ ചെയ്യാൻ. അപ്പോൾ 40 - 3 × 10 30 ഹരിക്കണം 2 കൂട്ടണം 9. ഇനി ബ്രാക്കറ്റത്ത് അവശേഷിക്കുന്നത് കുറയ്ക്കലാണ്. 40 30 കുറച്ചാൽ 10, ബാക്കി ഹരിക്കണം 2 കൂട്ടണം 9. ഇപ്പോൾ ബോർഡ് മാസ് പ്രകാരം എന്ത് ചെയ്തു? ബ്രാക്കറ്റിൻ്റെ അകത്ത മാത്രം ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്തു. ഇനി ബ്രാക്കറ്റ് പോയി, ഇനി അവശേഷിക്കുന്നതെല്ലാം കൂടി ബോർഡ് മാസ് ഉപയോഗിക്കുക. അതായത് ഇനി ഹരണം ചെയ്യണം, എന്നിട്ടേ കൂട്ടാൻ പാടുള്ളൂ. 10 ഹരിക്കണം 2 5 + 9 കൂട്ടിയ ഉത്തരം 14. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 6.25 കിട്ടി.
ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ഈ 6.25നെ 625/100 എന്ന് എഴുതാം. 6.25നെ 625/100. കാരണം 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ ഇത് കിട്ടും ചെയ്യും. 625/100 ഇതിനെ നമുക്ക് 25 കൊണ്ട് വെട്ടിച്ചെടുക്കാം. അംശത്തെയും ഛേദത്തെയും 25 കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ മുകളിൽ 25 625/4 25 100. അപ്പോൾ 25/4 എന്ന് കിട്ടും. നമുക്ക് ഈ 25/4ൻ്റെ ഇതിന് തുല്യമായ കുറച്ച് ഭിന്നസംഖ്യകൾ എഴുതാം. 25/4 തുല്യമായ ഭിന്നസംഖ്യകൾ നമുക്ക് എങ്ങനെ ചെയ്യുക? അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. അപ്പോൾ 25 × 2 50/4 8 50/8 എന്ന് കിട്ടി. ഇനി 25/4നെ 3/3 കൊണ്ട് ഗുണിക്കുക. അടുത്ത തുല്യ ഭിന്നം കിട്ടാൻ വേണ്ടിയിട്ട് 25/4 × 3/3. അപ്പോൾ 75/4 12 എന്ന് കിട്ടി. ഇപ്പോൾ എന്തായി? 75 രണ്ടക്ക സംഖ്യയാണ്, 12 രണ്ടക്ക സംഖ്യയാണ്. അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യയെ മറ്റു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 6.25. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ചോദ്യത്തിൽ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെ മനസ്സിലായി? 75/12 ഹരിച്ചാൽ നമുക്ക് 6.25 കിട്ടും. അപ്പോൾ സംഖ്യകൾ കിട്ടി. എന്താ ചോദ്യം? ഈ സംഖ്യകൾ ഗുണിച്ചാൽ എന്ത് കിട്ടും? അപ്പോൾ 75 12 സംഖ്യകൾ ഗുണനഫലം കാണാൻ 75 × 12 ഗുണിക്കുമ്പോൾ ഉത്തരം 15 60 ശിഷ്ടം 6 17 84 90 ഉത്തരം 900. 2.5 കുറയ്ക്കണം 0.05/5ൻ്റെ വില കാണുക. നമ്മൾ ആദ്യം അംശം ചെയ്യുക. അതായത് 2.5 0.05 കുറയ്ക്കുക. 2.5 0.05 കുറയ്ക്കണം. ഇതെങ്ങനെ കുറയ്ക്കുക? ഇവിടെ അക്കങ്ങളില്ല, ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കണം. നമുക്ക് അവിടെ ഒരു 0 എഴുതാം. അപ്പോൾ 2.50 താഴെ 0.05 കുറയ്ക്കുമ്പോൾ 5ഉം എത്രയും 10 5ഉം 5ഉം 10 ശിഷ്ടം 1 1 0 1 1 എത്രയും 5 1 4 5 0.2 2 0 2 2.45 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അംശങ്ങൾ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടി? 2.45/5. നമുക്ക് ഈ അംശത്തെയും ഛേദത്തെയും 2 കൊണ്ട് ഗുണിക്കാം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മാറ്റമൊന്നും വരില്ല. അപ്പോൾ 2.45 × 2/5 × 2. അപ്പോൾ നമുക്ക് മുകളിൽ ഗുണിക്കുമ്പോൾ എന്ത് വരും? 4.90. 2.45 × 2 ഗുണിക്കുമ്പോൾ 25 10 ശിഷ്ടം 1 24 8 9 2 4 2 സ്ഥാനം നീക്കുമ്പോൾ 4.90 ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 10. 10 കൊണ്ട് ഹരിക്കാൻ എന്താ എളുപ്പ വഴി? 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ട് വരും. ഉത്തരം 0.490. അതായത് 0.49 ആണ് ഉത്തരം. 1/16 0.0625 ആയാൽ 1/0.16 എത്ര? നമുക്ക് 1/16ൻ്റെ വില തന്നിട്ടുണ്ട്. 1/16ൻ്റെ വില 0.0625 ആണ്. നമ്മൾ കാണേണ്ടതോ 1/0.16ൻ്റെ വില കാണണം. അപ്പോൾ നമ്മൾ 1/0.16 എന്നെഴുതി സമം 1/, ഈ 0.16 എന്ന് പറഞ്ഞാൽ 16/100 ആണ്. 0.16 പറയുമ്പോൾ 16/100. അതായത് 16നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 16നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുമ്പോൾ നമുക്ക് 0.16 കിട്ടും. അപ്പോൾ 0.16നെ 16/100 എന്നെഴുതി. 1/16/100 ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക ചെയ്യുക. അതിൻ്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കും. അപ്പോൾ അംശം 1 അതുപോലെ 2 ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടു 100/16. ഇതിന് നമുക്ക് വേണമെങ്കിൽ 100, ഇപ്പോൾ 1 × 100/16 നമുക്ക് 100 ആദ്യം എഴുതാൻ വേണമെങ്കിൽ 100 × 1/16 എന്ന് എഴുതാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. സമം 100 ഇൻറ്റു ഈ 1/16ൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട്. 1/16 എത്ര? 0.0625. അപ്പോൾ 100 ഇൻറ്റു 0.0625. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കും. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 സ്ഥാനം വലത്തോട്ട്. അപ്പോൾ ഈ പോയിന്റ് ഇവിടുന്ന് 2 സ്ഥാനങ്ങൾ നീങ്ങുമ്പോൾ ദശാംശം ഇടയ്ക്ക് വരും. എത്ര? ഉത്തരം എന്ത് വരും? 6.25. 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ ദശാംശ രൂപം എഴുതുക. നമ്മൾ 1/2 അതേപോലെ 2 പ്ലസ് 1/2² 4 1/4 പ്ലസ് 1/2³ 8. അപ്പോൾ നമുക്ക് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 എന്ന് കിട്ടി. ഇത് നമ്മൾ കൂട്ടാൻ പറ്റില്ല, കാരണം ഛേദങ്ങൾ 2 4 8 വ്യത്യസ്തമാണ്.
നമുക്ക് എന്ത് ചെയ്യാം, ഈ 2നെ വേണമെങ്കിൽ 8 ആക്കാം, 4നെ വേണമെങ്കിൽ 8 ആക്കാം. അപ്പോൾ നമുക്ക് 2നെ എങ്ങനെ 8 ആവുക, 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 2 8 ആവാൻ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഈ ഭിന്നസംഖ്യ എഴുതുക 1/2, എന്നിട്ട് 4/4 കൊണ്ട് ഗുണിക്കുക. കാരണം ഛേദത്തിനെ മാത്രം ഗുണിക്കാൻ പാടില്ല, നമ്മൾ ഛേദത്തെ ഗുണിക്കുമ്പോൾ ഒപ്പം അംശത്തിനെ ഗുണിക്കണം. അപ്പോൾ 1/2 ഇട്ടിട്ടു ഇൻറ്റു 4/4 ഇട്ടു പ്ലസ് അതുപോലെ 1/4 ഇട്ടിട്ട് ഈ 4 എങ്ങനെ 8 ആവുക, 4 8 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം, 4 8 ആവാൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 കൊണ്ട് മുകളിലും താഴെ ഗുണിക്കുക. 1/4 ഇൻറ്റു 2/2 പ്ലസ് ഇത് നമ്മൾ മാറ്റണ്ട, 1/8 അതുപോലെ ഇട്ടു. ഇനി ഇത് നമ്മൾ ഗുണിക്കുക, ഏത് 1/2 ഇൻറ്റു 4/4 1 4 4/24 8 പ്ലസ് അതുപോലെ ഇത് ഗുണിക്കുക 1/4 ഇൻറ്റു 2/2 1 2 2/24 8 പ്ലസ് ഈ 1/8 അതുപോലെ ഇട്ടു. ഇപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായി 8. അപ്പോൾ നമ്മൾ അംശങ്ങൾ കൂട്ടിയാൽ മതി. 4 + 2 + 1 പൊതുവായ ഛേദമായി 8 ഇടുന്നു. ഇത് കൂട്ടുമ്പോൾ 4 2 6 1 7/8. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 7നെ 8 കൊണ്ട് ഹരിക്കണം. അതിനായിട്ട് നമുക്കൊരു എളുപ്പ വഴി ചെയ്യാം. ഈ 8നെ 125 കൊണ്ട് ഗുണിച്ച് 1000 ആവും. 8നെ 125 കൊണ്ട് ഗുണിച്ച് 1000 ആവും. അപ്പോൾ നമ്മൾ അംശത്തെയും ഛേദത്തെയും 125 കൊണ്ട് ഗുണിക്കുക. 7/8 ഇൻറ്റു 125/125. 7 കൊണ്ട് 125നെ ഗുണിച്ചാൽ 875 കിട്ടും. 7 ഇൻറ്റു 125 875 8 കൊണ്ട് 125നെ ഗുണിച്ചാൽ 1000 വരും. 8 ഇൻറ്റു 125 1000. ഇനി നമുക്ക് 1000 കൊണ്ടുള്ള ഹരണം എളുപ്പമാണ്. 1000 കൊണ്ട് 10 100 1000 ഇങ്ങനെ 1ഉം 0ഉം മാത്രം വരുന്ന സംഖ്യകൾ കൊണ്ടുള്ള ഹരണം എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഈ 8നെ 125 കൊണ്ട് ഗുണിച്ചിട്ട് 1000 ആക്കിയത്. എന്താ 1000 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പ വഴി? 1000-ൽ 3 പൂജ്യമാണ്. അപ്പോൾ 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കിയാൽ മതി. 1000-ൽ 3 പൂജ്യമാണ്. അതുകൊണ്ട് 1000 കൊണ്ട് ഹരിക്കുമ്പോൾ അംശത്തിൽ എന്ത് ചെയ്യണം, 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക. അപ്പോൾ 1 2 3 ദശാംശം ഈ അറ്റത്തിടുക. ഉത്തരം 0.875.